രാവിലെ തന്നെ തനു ഒരേ കരച്ചിലാണ്. തനുവിന് പനി ഒട്ടും കുറവില്ല. അച്ഛന് തനുവിന്റെ കരച്ചിൽ കണ്ട് സഹിക്കാതെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് ചീത്ത പറയുകയായിരുന്നു. ഞാനും ഏട്ടനും കൂടിയിട്ടാണ് ഇന്ന് ആ ഹോസ്പിറ്റലിലേക്ക് അവളെ കൊണ്ടുപോകുന്നത്. പെട്ടെന്ന് വണ്ടി കിട്ടിയത് കൊണ്ട് തന്നെ വേഗം ഹോസ്പിറ്റലിലെത്തി. മണ്ണാർക്കാട് അൽമ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി ടോക്കനൊക്കെ എടുത്തുകൊണ്ട് വന്നു. നമുക്ക് 7 കിട്ടിയിരുന്ന ടോക്കൺ. ഞങ്ങളങ്ങനെ വേഗം ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കയറി. അധികം തിരക്കൊന്നും ഇല്ലാത്തത് കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ട് ഇറങ്ങി. ഏട്ടൻ അങ്ങനെ ബില്ലടിച്ച മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. ഞാനും തനുവും കൂടെ അങ്ങനെ പുറത്ത് ഏട്ടനെയും വെയിറ്റ് ചെയ്തിരുന്നു. തനുവിന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. രാത്രി മുഴുവൻ നല്ല പനിയായിരുന്നു. അങ്ങനെ ഏട്ടൻ വേഗം മരുന്നൊക്കെ വാങ്ങി പെട്ടെന്ന് തന്നെ വന്നു. എന്നിട്ട് പിന്നെ ഏട്ടൻ നേരെ പോയത് ATMിലേക്കാണ്. ഏട്ടൻ അങ്ങനെ പൈസ എടുത്ത് വരുന്നത് വരെ നമ്മൾ അവിടെ പിന്നെയും വെയിറ്റ് ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ തനു എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ അങ്ങനെ പെട്ടെന്ന് തന്നെ വന്ന് നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു. നീനുവിന് പനി ആയതുകൊണ്ട് തന്നെ നീനുവിന്റെ അടുത്തേക്ക് പെട്ടെന്ന് എത്തണമായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ടു. തനുവിന് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ എപ്പോഴും ആക്റ്റീവായിട്ട് കളിച്ച് നടക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ വാടിക്കൊഴിഞ്ഞ് കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു സമാധാനക്കേടാണ്. അത് പിന്നെ എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. നമ്മുടെ മക്കൾക്ക് ഒരു നേരം വയ്യെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടായില്ല. ഏട്ടൻ അങ്ങനെ സാധനങ്ങൾ വാങ്ങി നമ്മൾ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ വീട്ടിലെത്തി നീനുവിനും തനുവിനും മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം അവരുടെ കൂടെ കിടന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഭിക്ഷാടനവുമായി സ്വാമിമാർ വന്നിരുന്നു. അങ്ങനെ സ്വാമിമാർക്ക് അരിയും പൈസയൊക്കെ നമ്മളങ്ങനെ കൊടുത്തു. തനുവിനെ കൊണ്ടും അവിടെ സ്വാമിമാർക്ക് പൈസയൊക്കെ ഇടിപ്പിച്ചിട്ടോ. നിങ്ങളെ നാട്ടിലും ഇതുപോലെ സ്വാമിമാർ ഭിക്ഷാടനത്തിന് വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കരോളുമായി കുട്ടികളും വന്നിരുന്നു. നമ്മുടെ അവിടെയുള്ള പൊടിക്കുഞ്ഞുങ്ങൾ തന്നെയാണ് കേട്ടോ ഈ കൊട്ടുന്നതും പാടുന്നതൊക്കെ. അവരെ ആ പാട്ടും ഡാൻസും നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കിയേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. ബൈ.